എൻ്റെ പേര് ജാസ്മിൻ ജോസഫ്. ഞാൻ ആലപ്പുഴ കരുമാടി ഇടവക, ആലപ്പുഴ ജില്ലയിലെ കരുമാടി ഇടവകയിൽ നിന്ന് വരുന്നു. പിന്നെ ഞാൻ ഒരു തവണ ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഞാനും എൻ്റെ മകനും കൂടെ കയറി. പിന്നെ ഇപ്പം 2018 ഞങ്ങൾ ഉടമ്പടി എടുത്തത്. ഞങ്ങളുടെ ഇപ്പം രണ്ടാമത്തെ സാക്ഷ്യമാണിത്. എൻ്റെ ഉടമ്പടിയിൽ എൻ്റെ മകൾക്ക് പരീക്ഷ എഴുതാൻ ഒത്തിരി തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ തടസ്സങ്ങളും മാറി അവൾക്ക് നല്ലൊരു വിജയം നൽകി അനുഗ്രഹിച്ചു. അതിനെക്കുറിച്ച് അവൾ സാക്ഷ്യം പറയുന്നതാണ്. എൻ്റെ പേര് പ്രീതി. ഞാൻ കരുമാടിയിൽ നിന്ന് വരുന്നു, ആലപ്പുഴ. അമ്മയാണ് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത്. 2018 ഉടമ്പടി എടുത്തത്. എനിക്ക് ഡിഗ്രി എക്സാം എഴുതാൻ നേരത്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ പഠിച്ചതൊന്നും എനിക്ക് മനസ്സിലിരിക്കുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. നേരത്തെ മാർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഇയർ ആയിരിക്കും എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇമോഷണലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എക്സാമൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞാൻ എക്സാം എഴുതി. ഞാനൊന്നും അതിനകത്ത് എഴുതിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാനൊന്നും അതിനകത്ത് എഴുതിയിട്ടില്ല. എക്സാമിന് ഫുൾ ബ്ലാങ്ക് ആയിരുന്നു ഞാൻ എക്സാമിന് കയറിയപ്പോഴൊക്കെ. പക്ഷെ ആരോ എന്നോട് എന്തൊക്കെയോ പറഞ്ഞു തരുന്നത് പോലെ എനിക്ക് എഴുതാൻ പറ്റി. ഞാൻ എഴുതി. റിസൾട്ട് വരുമ്പം എനിക്കുള്ള പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. എന്തായാലും സപ്ലി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ മാർക്ക് നോക്കിയപ്പോഴേക്കും എനിക്ക് ഫുൾ എ ഗ്രേഡും ഉണ്ടായിരുന്നു, ഓവറോൾ എ ഗ്രേഡും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 62 പേര് എഴുതിയ എക്സാമിൽ എനിക്ക് 10th റാങ്കും ഉണ്ടായിരുന്നു. ഇത്ര നൽകി അനുഗ്രഹിച്ചതിന് മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മോൻ്റെ ജോലിക്കാര്യത്തിന് വേണ്ടി ഞങ്ങളിവിടെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. മോന് എറണാകുളത്ത് നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. പിന്നെ എൻ്റെ രണ്ട് കൈക്കും നല്ല ചൊറിച്ചിലാണ്. കൊറോണ സമയത്ത് നല്ല ചൊറിച്ചിലായിരുന്നു. മീൻ വെട്ടാനോ ഒന്നും അരിയാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. ഉടമ്പടി തൈലം ഉപയോഗിച്ച് ആ ചൊറിച്ചിലും കാര്യങ്ങളും എല്ലാം മാറി. പിന്നെ ഇതെൻ്റെ അനിയൻ്റെ മോനാണ്. അവനും ഒത്തിരി രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്. എല്ലാ കാര്യത്തിനും അവന് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന്. ഇത്രയും നല്ല അനുഗ്രഹങ്ങൾ തന്ന യേശുവിനും അമ്മയ്ക്ക് തിരുക്കുമാരനും 1000 നന്ദി അർപ്പിച്ചുകൊള്ളുന്നു.